ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണോ സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി പരിചയം കാണുമെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും ഒരുപാട് പേർക്ക് അറിയുന്ന സിനിമയായിരിക്കും ജോൺ വിക്ക് ചാപ്റ്റർ 4. ഈ സിനിമ നിങ്ങൾ ആദ്യം കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ 3 ഭാഗങ്ങൾ, 1, 2, 3 അങ്ങനെ 3 ഭാഗങ്ങൾ മുന്നേ ഉണ്ട്. അത് പോയി കണ്ടിട്ട് മാത്രമേ ഈ സിനിമ കാണാവൂ. അതായത് എന്നാലേ കഥയുടെ ഒരു എലമെൻ്റ് എങ്കിലും മനസ്സിലാവും. കാരണം അല്ലാതെ ഈ 3 ഭാഗങ്ങളും കാണാതെ ഈ 4ാം ഭാഗം മാത്രം കണ്ട സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് എന്താണ്, എൻഡിങ് എന്താണെന്നുള്ള ഒരു പിടുത്തവും കിട്ടത്തില്ല. എന്നിരുന്നാലും ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ പക്ക ഒരു ആക്ഷൻ പടം, ഹോളിവുഡ് റേഞ്ചിലുള്ള ഒരു കിടിലൻ സിനിമ. ആ ഒരു ഹോളിവുഡിലെ ആക്ഷൻ പാക്കിനൊക്കെ വെല്ലുന്ന രീതിക്കുള്ള ഒരു സംഘടനകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് ഉൾപ്പെടുത്തിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു ജോൺ വിക്ക് ചാപ്റ്റർ 4 എന്ന് പറയുന്നത്. ആരാണ് ജോൺ വിക്ക്? ജോൺ വിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ്സ്റ്ററാണ്, ഒരു അധോലോക നായകൻ. സത്യം പറഞ്ഞാൽ ആരെക്കൊണ്ടും അത്ര പെട്ടെന്ന് കൊല്ലാനോ അല്ലെങ്കിൽ മെരിക്കാനോ പറ്റാത്ത രീതിക്കുള്ള അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ ചാപ്റ്റർ 1 നോക്കുകയാണെങ്കിൽ, അതായത് ഭാഗം 1 നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹം എല്ലാം വിട്ട് തൻ്റെ വൈഫിനൊപ്പം ജീവിച്ചിരുന്ന ഒരാളാണ്. ആ ഒരു കാര്യം വെച്ച് അങ്ങനെ പൊയ്ക്കൊണ്ട സമയത്ത് ഇദ്ദേഹത്തെ വന്ന് കുറേ ആൾക്കാർ ഇയാളെ ലൈഫിലേക്ക് കയറി ഇടപെടുകയും അദ്ദേഹത്തിനെ ഒരുമാതിരി ടോർച്ചർ ചെയ്യുകയും ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് മൈൻഡും കാര്യങ്ങളൊക്കെ പോവുകയാണ്. അങ്ങനെയൊക്കെ പിന്നെ ഇദ്ദേഹം വീണ്ടും ഒരു തൻ്റെ പഴയ ഒരു ഗ്യാങ്സ്റ്റർ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതൊക്കെയാണ് കഥയുടെ ഒരു എലമെൻറ്റ്. എങ്ങനെയാണ് നിങ്ങൾ 1ാം ഭാഗം പോയി കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അങ്ങ് മനസ്സിലാവുന്നിരിക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത് ഫസ്റ്റിലെ ഇദ്ദേഹം തൻ്റെ വൈഫുമായിട്ടൊക്കെ ഒരു ഭയങ്കര പീസ് ഓഫ് മൈൻഡിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട സമയത്ത് തൻ്റെ വൈഫ് ഒരു അസുഖ മുഖാന്തരം മരിച്ചു പോവുകയും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തെ വീണ്ടും വന്ന് ടോർച്ചർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സുള്ള ആൾക്കാരൊക്കെ ശ്രമിക്കുകയും അത് മുഖാന്തരം അവരെയൊക്കെ കൊല്ലുകയും പിന്നെ അതിനെ കൊന്നതിൻ്റെ പ്രതികാരമായിട്ട് അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള അതേപോലെ ബ്രദറും കാര്യങ്ങളൊക്കെ വരികയും അവരും ഗ്യാങ്സ്റ്ററാണ്. അങ്ങനെ ഓരോ ഗ്യാങ്സ്റ്റർ മേഖല കൂടെ കടന്ന് ഇദ്ദേഹം പീസ് ഓഫ് മൈൻഡിൽ പൊയ്ക്കൊണ്ട ഒരു സാധാ ഒരു നോർമൽ ലൈഫിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറയാം അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു പഴയ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഒരു നാട് തന്നെ, ഒരു കൺട്രി തന്നെ ശ്രമിക്കുകയും അവിടെക്കുറിച്ച് ഏജൻറ്റുമാരെ ഏർപ്പാടാക്കുകയും ചെയ്യുന്ന ഒരു രീതിക്കുള്ള കഥയാണ് ചാപ്റ്റർ 4 പറയുന്നത്. അങ്ങനെയാണ് സ്റ്റോറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന. മെയിനായിട്ടും സത്യം പറഞ്ഞാൽ മെയിനായിട്ടും ഈ പടത്തിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ പാക്കുകളാണ്. ഒരുപാട് കഥാപാത്രങ്ങളുടെ കുറച്ച് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രീതിക്കുള്ളൊരു പക്ക ക്ലിയർ ആക്ഷനായിട്ടാണ് ഈ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് കണ്ട സമയം ചിന്തിക്കണം, നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ എന്നായിരിക്കും ഇങ്ങനത്തെ ഒരു ഐറ്റമൊക്കെ വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് എടുക്കുന്ന ഒരു അധോലോക കഥയാണ് ലൂസിഫർ. അതും ഇത് തമ്മിൽ നോക്കിയതിൻ്റെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പടമാണ്. ഇത് അത്രയ്ക്കൊരു വേറെ ലെവൽ ഹോളിവുഡ് പടം എന്നുണ്ടെങ്കിൽ പറയും. ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥയിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നല്ല നമുക്ക് ഈ ഒരു ഹോളിവുഡ് സിനിമയൊക്കെ ഒരു കണ്ടിന്യൂഷനായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോളിവുഡ് സിനിമ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് അത്രയ്ക്ക് ദഹിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹോളിവുഡ് സിനിമയായ ജോൺ വിക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പടം ഹോളിവുഡ് ആസ്വദർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ്. നെക്സ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. നല്ല ആക്ഷൻ പാക്കും കാര്യങ്ങളും സെൻറ്റിമെൻറ്റൊക്കെ ഒരുപാടുണ്ട് ഈ പടത്തിനകത്ത്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് സിനിമയുടെ ഒരു ഇതിവൃത്തം തന്നെ ഇതാണ്. അതായത് ഒരു സമയത്ത് ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നൊരു പുള്ളിക്കാരൻ എല്ലാം വിട്ട് തൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു നോർമലി ഇങ്ങനെ പോണ സമയത്താണ് വീണ്ടും അദ്ദേഹത്തെ പോയി ടോർച്ചർ ചെയ്ത് അദ്ദേഹത്തിന് പഴയ ഒരു ഗ്യാങ്സ്റ്ററായിട്ട് കൊണ്ടുവന്ന് അങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ, കാരണം ഇപ്പോൾ ഒരു അധോലോക നായകന്മാരൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാം വിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവരെ പിന്നെയും പോയി നോണ്ടി പ്രശ്നങ്ങളുണ്ടാക്കി അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ മിക്ക അധോലോക സിനിമയിലെയും കഥ തന്നെയാണ്. പക്ഷേ ഈ ജോൺ വിക്ക് ചാപ്റ്റർ 4 എന്ന് പറയുന്നതിൻ്റെ അവസാന ഭാഗമായിട്ട് തോന്നി. കാരണം ഇതോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് ഇവിടെ. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ വമ്പൻ ട്വിസ്റ്റാണ്. ട്വിസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ട്വിസ്റ്റ് പ്ലസിൻ്റെ സംവിധായകന് ഏറ്റവും വലിയ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റും. പിന്നെ ഇതിൻ്റെ ആക്ടറുടെ പേരൊന്നും എനിക്കറിയത്തില്ല, കാരണം അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോലെ. കാരണം ഞാനങ്ങനെ ഒരു ഹോളിവുഡ് സിനിമയുടെ അങ്ങനെ അധികം കാണുന്ന ആളെന്നില്ല. ആക്ടറിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്നിരുന്നാലും ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ 1ാം ഭാഗത്തിൻ്റെയും 2ാം ഭാഗത്തിൻ്റെയൊക്കെ റിവ്യൂ കണ്ടത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. 1ാം റിവ്യൂ കണ്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ കാണാം, വേണമെങ്കിൽ റിവ്യൂ പോയി കാണാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ചെയ്യാം. അത്രയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സൂപ്പർ ഒരു മൂവിയാണ് ജോൺ വിക്ക് ചാപ്റ്റർ 4. മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൻ്റെ റിവ്യൂ നോക്കിയോ സിനിമ കണ്ടോ 1, 2, 3 കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഒരു ആക്ഷൻ പാക്ക്, ഒരു ഹോളിവുഡ് റേഞ്ച് മൂവി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്ര പറയാൻ വേണ്ടി പറ്റും ജോൺ വിക്ക് ചാപ്റ്റർ 4നെ പറ്റി. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ആക്ഷൻ പാക്ക് ത്രില്ലർ പടമാണെങ്കിൽ പോരുന്ന മസ്റ്റായിട്ടും കാണാൻ വേണ്ടി പറ്റിയ സിനിമയാണ് ജോൺ വിക്ക് ചാപ്റ്റർ 4. ഓക്കെ,
അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയം ദിസ് പ്രണവ് സൈനിങ് ഔട്ട് ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ദിസ് പ്രണവ് സൈനിങ് ഔട്ട് ബൈ. ഓക്കെ.